അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ മധൂദ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മൾ 2 സവാളയും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാക്കി കാരമലൈസ്ഡ് ആക്കി എടുക്കുക. അതിലോട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു ഉണക്കനാരങ്ങ കൂടിയും ചേർത്ത് ഒരു ക്യാപ്സിക്കം കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാല പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 3 തക്കാളിയും ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി അരച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ മസാല ഏതാണ്ട് റെഡിയായി. അപ്പോൾ ഈ കപ്പിൽ നമ്മളൊരു 1.5 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിലോട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള അരി കഴുകിയെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പം നമ്മുടെ മധൂദ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം മുകളിൽ. അപ്പം നമ്മളിന്ന് വാഴയിലയിലാണ് കഴിക്കണത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധൂദായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു റൈസൊക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.